മലയാളത്തിന്റെ പ്രിയ നടൻ സലിം കുമാർ അന്തരിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും. രാജേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാജേഷ്, എന്തായാലും പറവൂരിലെ ടൗൺ ഹാളിലെ പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയ പ്രമുഖരടക്കം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി. സലിംകുമാറിന്റെ പൊതുദർശനം ഇപ്പോൾ വടക്കം പറവൂരിലെ ടൗൺ ഹാളിൽ പുരോഗമിക്കുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ പ്രിയ നടനെ കാണാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള രമേശ് പിഷാരടി അടക്കമുള്ള രാഷ്ട്രീയക്കാരും മറ്റ് സിനിമാ സഹപ്രവർത്തകരും എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വടക്കം പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. 1 മണിവരെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം വൈകിട്ടോടെ ആയിരിക്കും വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. താരത്തിൻ്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ താരം പറഞ്ഞതനുസരിച്ച് ഈ മത ചടങ്ങുകൾ ഒഴിവാക്കിയായിരിക്കും സംസ്കാരം നടക്കുക എന്നതാണ്. ഇന്നലെ രാത്രി 10:43 പ്രിയ നടൻ്റെ മരണം അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തുടർന്നാണ് വലിയ രീതിയിലുള്ള താരങ്ങളൊക്കെ പ്രധാനപ്പെട്ട താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും എറണാകുളം DCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ബാധിതനായതിനു ശേഷം പൊതുപരിപാടികളൊന്നും സലിംകുമാർ പങ്കെടുത്തില്ല എന്നതാണ്. അവസാനമായി മുഖ്യമന്ത്രി VD സതീശന് വേണ്ടി പറവൂരിൽ നടത്തിയ സ്വീകരണ പരിപാടിയിലായിരുന്നു അവസാനമായി സലിംകുമാർ പങ്കെടുത്തത്. അതിന് പിന്നാലെയാണ് രോഗം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിക്കുന്നു. രാത്രി 10:43 മരണം അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 30 വർഷത്തിലേറെയായി മലയാള സിനിമയിലെ ഹാസ്യ കഥാപാത്രമായും സ്വഭാവ നടനുമായും തിളങ്ങിയിട്ടുള്ള സലിംകുമാറാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. മലയാള സിനിമയിലെ സലിംകുമാർ എന്ന ഒരു കാലഘട്ടമാണ് ഇതോടെ വിട പറഞ്ഞു പോകുന്നത്. ദേശീയ അന്തർദേശീയ വേദികളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ ഒരു കലാകാരൻ കൂടിയാണ് സലിംകുമാർ എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 2010 ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കി മലയാള സിനിമയെ വാനോളം ഉയർത്തി. ആ ചിത്രം അന്തർദേശീയ തലങ്ങൾ കടന്ന് മറ്റ് ഓസ്കാർ വേദിയിലേക്ക് വരെ ക്ഷണിക്കപ്പെട്ട ഒരു ചിത്രം കൂടിയായിരുന്നു എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 30 ആണ്ട്, ഏകദേശം 30 വർഷത്തോളം മലയാള സിനിമയെ ഹാസ്യ നടനായും സ്വഭാവ നടനായും തിളങ്ങിയ താരത്തിൻ്റെ വിയോഗം അത് വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ്. നിരവധി ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു. ഇതെല്ലാം ഹിറ്റ് ചിത്രങ്ങളിലൂടെയായിരുന്നു സലിംകുമാർ തന്നത് എന്നതും നിർണായകമാണ്. 1996 മുതലുള്ള സിനിമാ ജീവിതത്തിൽ ഇതുവരെ 300-ലധികം ചിത്രങ്ങളാണ് സലിംകുമാർ എന്ന താരം നമ്മൾക്ക് തന്നത്. പ്രധാനപ്പെട്ട ചിത്രങ്ങളായിട്ടുള്ള ചതിക്കാത്ത ചന്തു, മീശ മാധവൻ തുടങ്ങിയ ചിത്രങ്ങളും സലിംകുമാറും ലാൽ ജോസ് കൂട്ടുകെട്ടിൽ വന്ന പ്രധാനപ്പെട്ട അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രങ്ങളുമെല്ലാം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു നൊമ്പരമായി തന്നെ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയായിരുന്നു. 2010 ഈ ലാൽ ജോസ് ചിത്രത്തിലൂടെയാണ് സലിംകുമാർ എന്ന നടനിൽ ഒരു സ്വഭാവ നടനും അല്ലെങ്കിൽ ഹാസ്യ നടനിൽ ഒരു സ്വഭാവ നടനും ഉണ്ടെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞത്. എന്തായാലും 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെ വന്ന് പിന്നീട് 30 വർഷത്തോളം 3 പതിറ്റാണ്ടോളം മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു നടൻ കൂടിയാണ് സലിംകുമാർ എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 90കളിൽ ചെറിയ വേഷങ്ങളിൽ തുടങ്ങി 1996 മുതൽ 2005 വരെ കഴിഞ്ഞ വർഷങ്ങളൊന്നും അല്ലെങ്കിൽ ഈ വർഷമൊന്നും സലിംകുമാർ സിനിമ രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നില്ല. അത് പ്രധാനമായും അസുഖം ബാധിച്ചതിനെ തുടർന്നായിരുന്നു സിനിമയിൽ നിന്നും മറ്റു രാഷ്ട്രീയ വേദികളിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നത്. എന്നാലും 90കളിൽ ചെറിയ വേഷത്തിൽ തുടങ്ങി 2000-ൽ തിരക്കേറിയ ഒരു ഹാസ്യ നടനായി സലിംകുമാറിന് മാറാൻ സാധിച്ചു എന്നതും
എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ചിത്രങ്ങളായിട്ടുള്ള തെങ്കാശി പട്ടണത്തിലെ മുത്തുരാമനും സൂത്രധാരനിലെ ട്രാൻസ് കഥാപാത്രമായിട്ടുള്ള ലീല കൃഷ്ണനും അത് പരീക്ഷണാടിസ്ഥാനത്തിൽ വലിയ വിജയമായി. പിന്നീട് സലീംകുമാർ എന്ന നടനെ ഹാസ്യനടനെ മലയാളികൾ സ്വീകരിച്ചു എന്നതാണ്. ദിലീപും ജയറാമിനോടൊപ്പം നിരവധി ചിത്രങ്ങൾ സലീംകുമാർ നിറഞ്ഞാടി. ഹാസ്യവേഷങ്ങളിൽ ഹിറ്റുകൾ തീർത്ത കാലത്ത് അച്ഛനുറങ്ങാത്ത വീട് 2010 അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം പകർന്നാടി. ആ ചിത്രത്തിലെ മികച്ച സഹനടനുള്ള പുരസ്കാരവും സലീംകുമാർ നേടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് 4 വർഷത്തിന് ശേഷം ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും താരത്തിന് നേടാനായി. അങ്ങനെ 2012 അയാളും ഞാനും തമ്മിലെന്ന ലാൽ ജോസ് ചിത്രം, മറ്റൊരു ലാൽ ജോസ് ചിത്രത്തിലൂടെ മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരവും സലീംകുമാർ എന്ന താരത്തിന് താരം സ്വന്തമാക്കി. മലയാള സിനിമയും കടന്ന് പിന്നീട് തമിഴും ബംഗാളിലേക്കും സലീംകുമാറിന് വളർച്ച ഉണ്ടായിരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ധനുഷിനൊപ്പം ചിത്രം 2014 ധനുഷിനൊപ്പം ചിത്രവും മായ ബസാറിലെ ബംഗാളി ഭാഷയിലും സലീംകുമാർ അഭിനയിച്ചു എന്നതാണ്. 2012 പുറത്തിറങ്ങിയ അയാളും ഞാനും തമ്മിൽ ചിത്രത്തിലൂടെയാണ് മികച്ച ഹാസ്യ നടൻ അല്ലെങ്കിൽ നിർത്തിവെച്ചിരുന്ന മികച്ച ഹാസ്യ നടൻ എന്ന പുരസ്കാരം സലീംകുമാറിനോട് വീണ്ടും അത് കൊടുക്കേണ്ടിയിരിക്കുന്നു. 2016 ഇതിനിടെ 3 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിൽ 2016 കഥയും സംവിധാനം നിർവഹിച്ച കറുത്ത ജൂതൻ എന്ന ചിത്രത്തിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും സലീംകുമാർ നേടി. അങ്ങനെ 3 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് 300-ലധികം സിനിമകൾ അഭിനയിച്ച് മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്ഥാനം തന്നെ സലീംകുമാർ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. ചെറുപ്പം മുതലുള്ള സിനിമാ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തണമെന്ന ആഗ്രഹമാണ് മഹാരാജാസ് കോളേജിലെ പഠനകാലവും തുടർന്നുള്ള MG യൂണിവേഴ്സിറ്റിയിലെ മിമിക്രി കാലഘട്ടവും എന്ന് പറയുന്നത്. പിന്നീട് കലാഭവൻ തുടങ്ങിയ മിമിക്രി ഗ്രൂപ്പുകളിൽ ചേർന്ന് സിനിമയിലേക്ക് എത്തുന്നു. നാദൃശ്യവുമായുള്ള ബന്ധം സിനിമാ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകുന്നു. തുടർന്ന് ആദ്യ ചിത്രം 1996 ചെയ്ത ആദ്യ ചിത്രത്തിലൂടെ പിന്നീട് 2000 ഒരു തിരക്കേറിയ ഹാസ്യ നടനായി സലീംകുമാറിന് മാറാൻ സാധിച്ചു എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതിലുള്ള നഷ്ടം തന്നെയാണ് സലീംകുമാർ എന്ന നടനിലൂടെ സംഭവിച്ചിരിക്കുന്നത്. താരത്തിൻ്റെ പൊതുദർശനം അല്ലെങ്കിൽ സാംസ്കാരിക ചടങ്ങുകൾ വൈകിട്ടോടെയായിരിക്കും. നിലവിൽ ഇപ്പോൾ ജന്മനാടായിട്ടുള്ള വടക്കം പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിച്ചേരുന്നു. സംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും പങ്കെടുക്കും. അതേസമയം തന്നെ പൊതുദർശനത്തിന് ഉടൻ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ അല്പസമയത്തിനകം എത്തുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കാർത്തു. എന്നാലും മലയാളത്തിൻ്റെ പ്രിയ നടൻ സലീംകുമാറിന് വിട ചൊല്ലുകയാണ് സിനിമാ ലോകം. സിനിമാ രംഗത്തെ പ്രമുഖരടക്കം ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറവൂരിലെ നടൻ ജയറാമ, രമേശ് പിഷാരടി അടക്കമുള്ളവർ ടൗൺ ഹാളിലുണ്ട്. സിനിമാ സംവിധായകരടക്കം തങ്ങളുടെ പ്രിയ നടന് അവസാനമായി ഒരു നോക്ക് കാണാൻ ടൗൺ ഹാളിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി VD സതീശനടക്കം പറവൂരിലെ ടൗൺ ഹാളിലേക്ക് എത്തും. 1 മണിവരെയാണ് പൊതുദർശനത്തിനായുള്ള സമയം ക്രമീകരിച്ചിട്ടുള്ളത്. തുടർന്ന് ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകളടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും മലയാളികളെ എക്കാലത്തും ചിരിപ്പിച്ച മഹാനടൻ വിടവാങ്ങുകയാണ്. ബിനോയ് ഉണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ജയറാം, രമേശ് പിഷാരടി അടക്കമുള്ള സിനിമാ രംഗത്തെ പ്രമുഖർ ടൗൺ ഹാളിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരിക്കൽ പോലും ഓർക്കാൻ കഴിയാത്ത ഒരു വേർപാടാണ് സലീംകുമാറിന്റെ ഈ ദേഹവിയോഗം എന്ന് പറയേണ്ടി വരും.
ഇപ്പോൾ വടക്കം പറവൂരുള്ള ടൗൺ ഹാളിലാണ് ഇതിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. മലയാള സിനിമാ രംഗത്തുള്ള ഒട്ടുമിക്ക ആളുകളും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. സിനിമാ മന്ത്രി PC വിഷ്ണുനാഥ് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് സമീപത്തായുണ്ട്. നടന്മാരായ ജയറാം, അതുകൂടാതെ തന്നെ മലയാള സിനിമയിൽ നിന്നുള്ള ഒട്ടുമിക്ക നടന്മാരും അവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അമ്മയ്ക്ക് വേണ്ടി റീത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മലയാള സിനിമയ്ക്കും അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വലിയൊരു സൗഹൃദ ബന്ധം എറണാകുളം കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അദ്ദേഹം നാടകവും അതുപോലെ തന്നെ ഈ മിമിക് പരേഡുമായിട്ടൊക്കെ പോയിരുന്ന ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ മിമിക് പരേഡ് സമയത്ത് അല്ലെങ്കിൽ കലാഭവനിൽ അംഗമായിരുന്ന സമയത്തുള്ള ഏറ്റവും അടുത്ത ചങ്ങാതിമാരിൽ ഒരാളാണ് ഈ നടൻ ജയറാം, അതുകൂടാതെ തന്നെ ടിനി ടോം, ഇങ്ങനെ ദിലീപ്, ഇങ്ങനെ തുടങ്ങുന്ന ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിന് ഈ അവിടേക്ക് കലാഭവനിലെ ഒരു സൗഹൃദ വലയത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സുഹൃത്തുക്കളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരിൽ അധികം പേരും. കലാഭവനും നിന്ന് തുടങ്ങി മലയാള സിനിമയുടെ ഏറ്റവും വലിയ തലങ്ങളിൽ വരെ എത്തിയ സലിം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുറത്തൊക്കെ അത്ര നല്ല ഒരു അന്തരീക്ഷമല്ല, മഴ പെയ്യുന്നുണ്ട്. അതിനുമപ്പുറം ആ മഴയ്ക്കുമപ്പുറം അകത്തേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമീപ ദിവസങ്ങളിലാണ്, അതായത് ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം വടക്കൻ പറവൂരിൽ, അതായത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മൃതദേഹം പൊതുദർശനത്തായി വെച്ചിരിക്കുന്ന ടൗൺ ഹാളിന് സമീപത്തുണ്ടായിരുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ ആയിരുന്നു അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്ത ഒരു ചടങ്ങ്. അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ വകയായിട്ടുള്ള പൗരസ്വീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള വേദിയിൽ വെച്ചായിരുന്നു സലിം കുമാർ അവസാനമായി ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് പ്രസംഗിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം വളരെ കൃത്യമായി ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈ അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക പ്രസംഗ വേദികളിലും അതുപോലെ തന്നെ ഈ വടക്കൻ പറവൂരിലെ രാഷ്ട്രീയ പ്രസംഗ വേദികളിലും ഒക്കെ തന്നെ അദ്ദേഹം പോയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാഹചര്യം. കാരണം സിനിമാക്കാരനും അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ കൂടി സലിം കുമാറിൽ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയും ഒക്കെ. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം. അന്ന് മുതൽ അദ്ദേഹം സ്വീകരിച്ചു വന്നിരുന്ന ആ നിലപാടിൽ അവസാനം വരെ മാറ്റമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. സാധാരണ കലാപ്രവർത്തനവുമായി കലാരംഗങ്ങളിലൊക്കെ എത്തപ്പെടുമ്പോഴേക്കും ഈ രാഷ്ട്രീയം ഒഴിവാക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ സലിം കുമാർ അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പറഞ്ഞു തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിന്റെ പേരിന് പോലും തന്നെ ആ പേരിൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ പഠനകാലത്ത്. പക്ഷെ അതൊക്കെ അതിനും അപ്പുറത്തേക്കായിരുന്നു സലിം കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പിച്ചാറ്റുകരക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നാട്ടുപുറത്തുകാരനായിരുന്നു സലിം കുമാർ. അവിടെ നിന്ന് പഠനത്തിന് വേണ്ടി പോകുന്ന സലിം കുമാർ പിന്നീട് ഇത്ര വലിയൊരു താരമായി ആ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തപ്പെടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറപ്പെടുന്നത് എന്നുള്ളതാണ് സലിം കുമാറിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണ സിനിമാ മേഖലയിലൊക്കെ വലിയ തരത്തിലുള്ള ഉയർച്ചയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ നാട് വിട്ടു പോകുന്ന ഒരു പതിവുണ്ട്, അല്ലെങ്കിൽ താമസം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുന്ന പതിവുണ്ട്. പക്ഷെ അതൊന്നുമല്ല, തന്റെ നാട്ടിൻപുറത്തെ വീടും നാടും ഒക്കെയായി അദ്ദേഹം കൃഷിയും ഒക്കെയായി ജീവിച്ചു വന്ന ഒരു സിനിമാക്കാരനായിരുന്നു. അതാണ് എല്ലാവരും അദ്ദേഹത്തിൽ കണ്ടിരുന്നതും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇത്രയധികം ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സലിം കുമാർ എന്ന ഒരു നടൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും മലയാളികൾ വിശേഷിപ്പിക്കുന്ന ചിരിയുടെ രാജകുമാരൻ, ഭരിത സാമ്രാട്ട് എന്നൊക്കെ പറയുമെങ്കിലും അതല്ല. അതിനും അപ്പുറം സലിം കുമാർ എന്ന മഹാനടനെ കണ്ട മലയാള സിനിമയുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിഭയെ കണ്ടെത്തിയ സംവിധായകന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്ന വ്യത്യസ്തമായ അഭിനയത്തിന്റെ ശൈലി കണ്ടെത്തിയ സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സിനിമയായിരുന്നു ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്നത്. അതായത് മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയ്ക്ക് അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളും ആ യാത്ര സഫലമാക്കുന്നതിന് വേണ്ടി ഒപ്പം ചേരുന്ന നാട്ടുകാരുടെയും ഒക്കെ കഥ പറയുന്ന ആ വളരെ മനോഹരമായ ഒരു സിനിമ. ആ സിനിമയ്ക്ക് ദേശീയ തലത്തിൽ വരെ അംഗീകാരം നേടിക്കൊടുത്തിരുന്നു. ആ സിനിമയ്ക്ക് സംബന്ധിച്ചിടത്തോളം ആ സിനിമയുടെ സവിശേഷതകൾ അത്ര കണ്ട് വളരെ വലുതായിരുന്നു. തൊട്ടു പിന്നാലെയാണ്
നമ്മളും ഒരു പക്ഷേ ഈ ഫലിതങ്ങൾ എന്ന് പറയുമ്പോൾ പല നടന്മാരോടും ഒപ്പം അഭിനയിച്ച് ആ രംഗം സമ്പൂർണ്ണ ഫലിതമാക്കി മാറ്റുന്നതിൽ സലിംകുമാറിന് ഒരു വലിയ പങ്ക് തന്നെ ഉണ്ടായിരുന്നു. അത് പല സിനിമകളിലും നമ്മൾ കണ്ടതാണ്. ഇപ്പോ മീശ മാധവൻ എന്ന് പറയുന്ന സിനിമയിലെ അഭിഭാഷകന്റെ റോള്, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി ഒരു സിനിമയല്ല നിരവധിയായ സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി എടുത്ത് പറയേണ്ടി വരും. അങ്ങനെ ഈ അദ്ദേഹത്തിന്റെ ഓരോ രീതിയും അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള വേഷവിധാനങ്ങൾ നീട്ടിയും കുറുക്കിയും ഒക്കെ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലി, അതുപോലെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ശബ്ദം, ഇതൊക്കെ സലിംകുമാറിനെ വേറിട്ട് നിർത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ ഫലിത രംഗത്ത് നിന്നും അല്ലെങ്കിൽ കോമഡി രംഗത്ത് നിന്നും അല്ലെങ്കിൽ മിമിക് പരേഡ് രംഗത്ത് നിന്നും ഒക്കെ മലയാള സിനിമയിൽ എത്തിയ ഒരുപാട് നടന്മാരുണ്ട്. ഈ ജയറാമായാലും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയ ഒത്തിരി പേരുണ്ടെങ്കിൽ തന്നെയും രമേശ് പിഷാരടി അങ്ങനെ തുടങ്ങുന്ന വലിയൊരു പട്ടിക തന്നെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെയൊക്കെ ഇന്ന് വ്യത്യസ്തമായി സലിംകുമാറിന്റെ സ്ഥാനം വേറിട്ടതായിരുന്നു അല്ലെങ്കിൽ വേർപെട്ടതായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം സലിംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഹാസ്യത്തിന് എപ്പോഴും പത്തരമാറ്റ് തൂക്കം തന്നെയായിരുന്നു. കാരണം ഗ്രാമീണമായ ഫലിതങ്ങൾ ഗ്രാമീണ ശൈലിയിൽ അവതരിപ്പിച്ച് ഗ്രാമക്കാരെ ചിരിപ്പിക്കുന്ന ഒരു തന്ത്രം അദ്ദേഹത്തിന്റെ ഫലിതത്തിൽ ഒളിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയായിരുന്നു അദ്ദേഹം ഫലിതം ഉപയോഗപ്പെടുത്തിയിരുന്നത്. നാട്ടിൻപുറങ്ങളിലെ പ്രയോഗങ്ങൾക്ക് അതിന് ഇത്രയധികം ഫലിതമുണ്ട് അല്ലെങ്കിൽ അതിനകത്തടങ്ങിയിരിക്കുന്ന ഹാസ്യം എന്താണെന്ന് മലയാളിയെ ചിരിപ്പിക്കാൻ പഠിപ്പിച്ച ആളായിരുന്നു സലിംകുമാർ. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചേർത്ത് വയ്ക്കാൻ വലിയ തരത്തിലുള്ള ശ്രേഷ്ഠമായ സവിശേഷതകൾ വളരെ വലുതുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും സാധാരണഗതിയിൽ ഒരു ഫലിതത്തിൽ നിന്നും ഗൗരവമുള്ള സിനിമയിലേക്ക് എപ്പോഴെങ്കിലും കൂടുമാറ്റം നടത്തുമ്പോഴേക്കും ആ സിനിമാ രംഗത്തേക്ക് പിന്നീട് ഗൗരവമുള്ള സിനിമകളിലേക്ക് മാറിപ്പോയ ആളുകളെയും നമ്മൾ അതല്ല ഇവിടെ നമ്മൾ കണ്ടത്. അദ്ദേഹം ഫലിതത്തിൽ നിന്നും ഗൗരവമുള്ള കഥാപാത്രങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ടപ്പോഴും അദ്ദേഹത്തിനുള്ളിലെ ഫലിതക്കാരന് ഒരു ശകലം പോലും നഷ്ടമുണ്ടായില്ല. അതുപോലെ തന്നെ അദ്ദേഹം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. കാരണം അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഫലിതക്കാരനെയാണ് മലയാളിക്ക് ഇഷ്ടം. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിലെ അല്ലെങ്കിൽ അദ്ദേഹം അപ്രവാളികളിൽ പകർത്തി നൽകിയ ഓരോ കഥാപാത്രങ്ങളെ മലയാളി അത്ര കണ്ട് സ്നേഹിച്ചിരുന്നു, അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് ഇഷ്ടമായി. അതിനുമെല്ലാം അപ്പുറമായിരുന്നു അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനം. ഇറ്റാറ്റുകര എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട വെള്ളവും ഒക്കെ ആയിട്ടുള്ള സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ആളുകൾ അവരുടെ രാഷ്ട്രീയവും അവരുടെ സാമൂഹ്യ ജീവിതവും ഒക്കെ കണ്ടറിഞ്ഞ് അവരെ സ്നേഹിച്ചു പോയ ഒരു മനുഷ്യനായിരുന്നു സലിംകുമാർ. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ വ്യസനതകളിലും അവരുടെ വിഷമതകളിലും ഒക്കെ സലിംകുമാറിന്റെ ഒരു ചേർത്ത് പിടിക്കൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കൈസഹായം ഉണ്ടായിരുന്നു. അത് നമ്മൾ അതായത് കേരളത്തെ വിഴുങ്ങിയ ആ മഹാവെള്ളപ്പൊക്ക സമയത്തുമൊക്കെ സലിംകുമാർ എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ചിരിക്കുമപ്പുറം അദ്ദേഹം സ്നേഹിക്കുന്ന ഒരു ജനതയുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇറ്റാറ്റുകരയിലുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണമായാലും അന്തി ഉറങ്ങാൻ സ്ഥലമായാലും ഒക്കെ നൽകുന്ന ഒരു വലിയ സ്നേഹത്തിന്റെ ഉടമ കൂടിയായിരുന്നു സലിംകുമാർ. മലയാള സിനിമയ്ക്ക് ഒരു കൂട്ടായ്മയുടെ ഫലിതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയുടെ ഫലിതങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതിന് അപ്പുറമായി അതായത് എല്ലാവരോടൊപ്പം ചേർന്ന് ഫലിതം പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടെങ്കിൽ തന്നെയും സലിംകുമാറിന്റെ ഫലിതങ്ങൾ ഒരു പടി മികവാർന്നതായിരുന്നു, ഒരുപടി മുന്നോട്ട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഫലിതങ്ങളിൽ ഒരു ഗൗരവമാർന്ന തലത്തിലെ ചിന്തകൾക്കുള്ള വഴിയൊരുക്ക ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതും അസ്ഥാനത്ത് ഫലിതങ്ങൾ പ്രയോഗക്കാരനായിരുന്നില്ല എന്നുള്ളതാണ് സലിംകുമാറിന്റെ പ്രത്യേകത. അതായത് അദ്ദേഹം നാട്ടിൽ പുറത്തായാലും നാട്ടിലായാലും എല്ലായിടത്തായാലും അദ്ദേഹത്തിന്റെ പ്രസംഗവേദികളിൽ തന്നെയായാലും അദ്ദേഹം പ്രയോഗിക്കുന്ന വാക്കുകൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഫലിതങ്ങൾ അതൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠവും അതുപോലെ തന്നെ വീണ്ടും ആലോചിച്ചിരിക്കുവാൻ വഴിവെക്കുന്നതുമായിരുന്നു. അത് തന്നെയാണല്ലോ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ രൂപം, അദ്ദേഹത്തിന്റെ ചിരിപ്പിക്കാൻ ഉപയോഗിച്ച പ്രയോഗങ്ങൾ അതൊക്കെ പിന്നീട് നവമാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളുകളായിരുന്നു. ഒരുപക്ഷെ ഈ ട്രോളുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ സലിംകുമാറിന്റെ ഫലിതങ്ങളും അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ നിന്നുള്ള ചില മുഖഭാവങ്ങളും ഒക്കെയായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ പലപ്പോഴും ഒരു ഭാവം തന്നെ ഒരു പക്ഷെ 1000 അർത്ഥങ്ങൾ തരുന്ന തരത്തിലേക്ക് അത് ട്രോളിനായി ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി സിനിമയ്ക്കും അപ്പുറം അദ്ദേഹം വലിയ തരത്തിൽ അദ്ദേഹത്തിൻ്റെതായ കഴിവ്
തെളിയിച്ച ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹവും ഈ ചില കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുള്ള ഒരു സൗഹൃദവും ബന്ധവുമാണ്. അത് വി ഡി സതീശന്റെ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരിക്കുകയും തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗവേദികളിൽ അദ്ദേഹത്തിന്റെ അസ്വസ്ഥതകൾ പോലും മറന്ന് അദ്ദേഹം എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗവേദിയും അങ്ങനെ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിനുള്ള പൗരസ്വീകരണ വേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതായി. ആ പ്രത്യക്ഷപ്പെടൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന വേദിയാണെന്ന് പോലും അറിയാതെ തന്നെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ കൂടി കടന്നു പോകേണ്ടി വരും. അതായത് ആ ഒരു അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെയാണ് ഒരു തുടക്കം അതിന്റെ മധ്യസ്ഥാനങ്ങളിൽ കെട്ടുപോകാതെ സൂക്ഷിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ എന്നാണ് അദ്ദേഹം വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു ഗംഭീര തുടക്കം കുറിച്ചതിന് ഹാസ്യത്തിൽ അതിഗംഭീരമായൊരു തുടക്കം കുറിച്ചതിന് ശേഷം ഹാസ്യത്തിന്റെ ആ ജീവിതത്തിന്റെ മധ്യനാളുകളിൽ അദ്ദേഹം അത് ഹാസ്യത്തിൽ നിന്നും വേർപെട്ട് നമ്മ വിട്ട് പോകുമ്പോൾ അത് മലയാളിക്ക് നൽകിയിരിക്കുന്ന ഒരു ഫലിതത്തിന്റെ വിടവ്, അല്ലെങ്കിൽ ഫലിതമില്ലായ്മയുടെ ഒരു മഹാ സിനിമാ നടത്തങ്ങൾ എന്ന സങ്കല്പത്തിൽ അദ്ദേഹം തരുന്ന ഫലിതത്തിന്റെ ഇനിയുള്ള നർമ്മങ്ങളുടെ കുറവ് അതൊരു വലിയ കുറവ് തന്നെ ആയിരിക്കും എന്ന് പറയാം. സമീപകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടൊരു പക്ഷേ മലയാള സിനിമകളിൽ വളരെ വിരളമായി മാത്രമാണ് അദ്ദേഹം എത്തിയിരുന്നെങ്കിൽ തന്നെയും ഉള്ള സിനിമകൾ അദ്ദേഹം ഗംഭീരമായി അഭിനയിച്ച് പോയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ദിലീപിനോടൊപ്പം ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ കോമഡി, അതല്ല ജയറാമിനോടൊപ്പം ചേരുമ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള കോമഡി, മോഹൻലാലിനോടൊപ്പം ചേരുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള കോമഡി. അതായത് നായകനോടൊപ്പം ചേരുമ്പോൾ എന്താണോ മലയാളി പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഹാസ്യത്തിന്റെ ഭാവങ്ങളെ, ഹാസ്യത്തിന്റെ നിലവാരത്തെ കൊണ്ടുവരുവാൻ സലിം കുമാറിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. മലയാളത്തിലെ ഹാസ്യ സിനിമകളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കഥാപാത്രമായി സലിം കുമാർ എന്ന നടൻ മാറിയപ്പോൾ പിന്നീട് പ്രേക്ഷകർ സലിം കുമാറിലേക്ക് ശ്രദ്ധ തിരിച്ചു തുടങ്ങിയപ്പോഴൊക്കെ തന്നെ സലിം കുമാറായി തന്നെ തന്റെ നാട്ടിൻ പുറത്ത് സാധാരണക്കാരുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. ഒരു ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ഒക്കെ അദ്ദേഹത്തെ തേടിയെത്തുമ്പോഴോ അതിനും അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇനിയുള്ള സിനിമകൾ എത്ര മെച്ചപ്പെടുത്താം, എങ്ങനെ കേമപ്പെടുത്താം എന്നുള്ളതായി. സംവിധായകനിൽ വരെ എത്തിച്ചേരുന്ന സലിം കുമാർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ നമ്മെ വിട്ടുപിരിയുമ്പോൾ മലയാള സിനിമയ്ക്ക് വലിയ തരത്തിലുള്ള തീരാത്തൊരു നഷ്ടം കൂടി ആണ് സമ്മാനിക്കുന്നത്, അല്ലെങ്കിൽ നൽകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ആ സിനിമാ രംഗത്തിന് വലിയൊരു വിടവ് അല്ലെങ്കിൽ വേർപാടാണ് അദ്ദേഹം നൽകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അത്ര കണ്ട് വലുതായിരുന്നു മലയാള സിനിമയിൽ സലിം കുമാറിന്റെ സ്ഥാനം, അത്ര കണ്ട് ശ്രേഷ്ഠമായിരുന്നു മലയാള സിനിമയിൽ സലിം കുമാർ എന്ന ഹാസ്യ രാജാവിന്റെ സ്ഥാനം. ഒരുപക്ഷെ രംഗബോധമില്ലാതെ കടന്നു വരുന്ന കോമാളിയാണ് മരണമെന്ന് വില്യം ഷേക്സ്പിയർ പറയുമ്പോഴും അതിനുമപ്പുറം ഒരു ചിന്ത ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു നല്ല ഫലിതക്കാരനെ തേടി അസമയത്ത്, അല്ലെങ്കിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തേടിയെത്തിയിരിക്കും. അദ്ദേഹത്തെയും കൂട്ടി മരണം പോയിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ആ ഒരു പറഞ്ഞു വെക്കുന്ന ചില വാക്കുകളിൽ ഒരു പക്ഷേ ഈ ഒരു പൂർണ്ണത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫലിതത്തിന്റെ ഒരു പൂർണ്ണത കണ്ടെത്താൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ വേർപാടാണ് സലിം കുമാർ നൽകുന്നത്. അദ്ദേഹത്തിന്റെ ഹാസ്യം ഇനി നമുക്ക് ഇനി ഓർമ്മകളിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഹാസ്യവും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പക്ഷേ സലിം കുമാറിന്റെ ചേതനയേറ്റം അദ്ദേഹം നമ്മെ വിട്ടു പോകുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന്റെ ഫലിതവും അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയ അദ്ദേഹത്തിന്റെ മലയാളത്തിൽ സമ്മാനിച്ചു പോയ കഥാപാത്രങ്ങളുമൊക്കെ നമ്മളോടൊപ്പം, നമ്മുടെ ഓർമ്മകളോടൊപ്പം സജീവമായി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫലിതക്കാരനപ്പുറം തീക്ഷ്ണമായ മലയാള സിനിമയ്ക്ക് ചിന്തയുടെ ആവേശം പകർന്ന ആ സിനിമാക്കാരൻ നമ്മളെ വേർപെട്ടു പോവുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി സർക്കാർ തലത്തിലുള്ള ചടങ്ങുകൾ വരെ സംഘടിപ്പിച്ചു, പൊതുദർശനം ഉൾപ്പെടെയുള്ള പരിപാടി. പക്ഷെ അവിടെയും അദ്ദേഹത്തിന്റെ ആദർശത്തെയാണ് നമ്മൾ കാണേണ്ടത്. മതപരമായ ചടങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കും. മതപരമായ ചടങ്ങുകളിൽ നിന്നും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ആ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കും. അപ്പോൾ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ എന്താണോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതിനും അപ്പുറത്തേക്ക് എത്തിച്ചേർന്നതിന് ശേഷം മലയാളത്തോട്, മലയാള സിനിമയോട്, മലയാള സിനിമാ പ്രേക്ഷകരോട്, സലിം കുമാറിനെ ഇഷ്ടപ്പെട്ടവരോട് യാത്ര പറയുകയായി.
എന്നാലും തങ്ങളുടെ പ്രിയ നടന് സിനിമാ ലോകം വിട ചൊല്ലുകയാണ്. പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പൊതുദർശനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളുടെ 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറവൂരിലെത്തി സലിം കുമാറിന് അന്ത്യോപചാരം അർപ്പിക്കും. മലയാളത്തിൻ്റെ പ്രിയ നടൻ എക്കാലത്തെയും ഹാസ്യ സാമ്രാട്ട് വിടവാങ്ങുകയാണ്. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2018 മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് അർഹനായ നടൻ. അച്ഛൻ ഉറങ്ങാത്ത വീടെന്ന സിനിമയിലെ പ്രകടനത്തിന് 2005 മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ 2013 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം. കറുത്ത ജൂതൻ എന്ന ചിത്രത്തിലൂടെ മികച്ച കഥാകൃത്തിനുള്ള 2016 സംസ്ഥാന പുരസ്കാരം. 2013 മികച്ച നടനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ്. അങ്ങനെ ഒട്ടേറെ ബഹുമതികൾ ഈ ഒരു കലാകാരൻ എന്ന നിലയിൽ സ്വന്തമാക്കിയാണ് അദ്ദേഹം മടങ്ങുന്നത്. എറണാകുളത്ത് ജനിച്ച പിന്നീട് തൻ്റെ അക്കാദമിക് കാലഘട്ടം അടക്കം പൂർത്തിയാക്കുമ്പോഴും മനസ്സിൻ്റെ കോണിലുണ്ടായിരുന്ന സിനിമ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്താനുള്ള കഷ്ടപ്പാടുകളായിരുന്നു പിന്നീട് അങ്ങോട്ടേക്കുള്ളത്. സിനിമാ നടനാകണമെന്ന മുഖം സഫലമാക്കാനാണ് ഡിഗ്രിക്ക് മഹാരാജാസ് കോളേജിൽ ചേർന്നതിന് ശേഷം തങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ ഉണ്ടായിരുന്ന മിമിക്രി അദ്ദേഹം കോളേജിലും അവതരിപ്പിച്ച് തുടങ്ങുന്നു. കലോത്സവങ്ങൾ, എറണാകുളത്തെ സുഹൃത്തുക്കൾ എന്നിവ സിനിമയിൽ എത്താനുള്ള വഴിയായി കണ്ട സലിം കുമാർ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിലടക്കം മിമിക്രിയിൽ 3 തവണ തുടർച്ചയായി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. കൊച്ചിൻ കലാഭവൻ, സാഗർ തുടങ്ങിയ ട്രൂപ്പുകളിലൂടെയും വേദികളിലൂടെയും അദ്ദേഹം സജീവമായി. പിന്നീട് കണ്ടത് സലിം കുമാർ എന്ന നടന്റെ അഭിനയ രംഗത്തേക്കുള്ള പ്രവേശനമായിരുന്നു. സുനിതയെ, പ്രണയിനിയായ തൻ്റെ ജീവിത പങ്കാളിയായ സുനിതയെ 1996 സലിം കുമാർ ഒപ്പം കൂട്ടുന്നത്. പിന്നീട് വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഇഷ്ടമാണ് 100 വട്ടം എന്ന തൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് സലിം കുമാർ എത്തുന്നത്. 2000 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം എന്ന സൂപ്പർ ഹിറ്റ് ജീവിതമാണ് സലിം കുമാറിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം സലിം കുമാർ എന്ന നായകനെ അല്ലെങ്കിൽ സലിം കുമാർ എന്ന നടനെ അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങളായിരുന്നു എല്ലാം. കല്യാണരാമൻ, CID മൂസ, മായാവി, മീശ മാധവൻ, തിളക്കം തുടങ്ങിയ സിനിമകളിലേക്ക് ഓരോ കഥാപാത്രങ്ങളെയും ഇന്നും നമ്മൾ ഓർത്തെടുക്കുന്നതാണ്. ഇന്നും നമ്മൾ ആ ഓരോ കഥാപാത്രങ്ങളിലെയും ഡയലോഗുകൾ ഓരോ മനുഷ്യൻ്റെയും നിത്യജീവിതത്തിൽ നമ്മൾ പറയാറുള്ള ഡയലോഗുകളാണ്. അത്രയും കാര്യങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം കടന്നു പോകുന്നത്. 3 തമിഴ് സിനിമകളിലും ഒരു ഒഡിയ സിനിമയിലും സലിം കുമാർ അഭിനയിച്ചിട്ടുണ്ട്. പെരുമഴക്കാലം, അച്ഛൻ ഉറങ്ങാത്ത വീട്, ഗ്രാമഫോൺ, ആദാമിൻ്റെ മകൻ, അബു തുടങ്ങിയ സിനിമകളിലെ പ്രകടനം സലിം കുമാറിനെ മലയാളത്തിലെ തന്നെ മികച്ച അഭിനേതാക്കളുടെ പട്ടികയിൽ എത്തിച്ചിട്ടുണ്ട്. പണ്ട് ഒരു സ്റ്റേജ് ഷോയ്ക്കിടെ സലിം കുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ വളരെ പ്രശസ്തമായൊരു ഗാനം ഒരു വട്ടം താൻ കണ്ടപ്പോൾ ഗാനം കേട്ടപ്പോൾ താനൊന്ന് വിറച്ചുപോയി. കാരണം ആ ഫ്രെയിമിലുള്ള ബാക്കി എല്ലാവരും തങ്ങളെ വിട്ട് അല്ലെങ്കിൽ തന്നെ വിട്ടു പോയിരിക്കുന്നു. ഇനി ആ ഫ്രെയിമിൽ ബാക്കിയുള്ളത് താൻ മാത്രമാണ് എന്നൊരു കാര്യം. എന്നാൽ അതും ഇപ്പോൾ ആ ഫ്രെയിം ഇപ്പോൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആകുന്ന സാഹചര്യം. ആ ഒരു ഫ്രെയിമിൽ നിന്ന് അവരിലേക്ക് സലിം കുമാറും പോയിരിക്കുകയാണ്. ആ ഒരു റിയാലിറ്റി ഷോയ്ക്കിടെ ഉണ്ടായ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു. അതൊക്കെ നമ്മളിപ്പോൾ ഓർത്തെടുക്കപ്പെടുകയാണ്. എന്തായാലും ആ മഹാനടൻ വിടവാങ്ങുകയാണ്. നമ്മളെ കരയിപ്പിച്ച് ചിന്തിപ്പിച്ച് ക്യൂൻ എന്ന സിനിമയിലൊക്കെ അഭിഭാഷകനായി തിളങ്ങിയത് ഒട്ടേറെ കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച ആ സിനിമയിലടക്കം പ്രേക്ഷക ശ്രദ്ധ നേടിയാണ് അദ്ദേഹം മടങ്ങുന്നത്. തൻ്റെ അവസാന നാളുകളിൽ രാഷ്ട്രീയ തൻ്റെ നിലപാടുകളെ കൂടുതൽ കടുപ്പിക്കുന്ന വാക്കുകളോടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ച അല്ലെങ്കിൽ തൻ്റെ നിലപാട് എന്താണെന്ന് വ്യക്തത വരുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ സിനിമയിൽ നിന്നും ഒരിടവേള അല്ലെങ്കിൽ സിനിമയിൽ നിന്നും മാറി നിന്ന ശേഷമുള്ള സലിം കുമാറിനെ നമ്മൾ കണ്ടത്. വി ഡി സതീശൻ്റെ സ്വീകരണ പരിപാടിയിലടക്കം നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതാണ്. കൃത്യമായ നിലപാട് തനിക്കുണ്ട്. ആ നിലപാട് എവിടെയും വിളിച്ചു പറയാൻ താൻ മടിക്കുന്നില്ല എന്നൊരു കാര്യമൊക്കെ സലിം കുമാർ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇപ്പോൾ ഇനി ആ വാക്കുകളില്ല ഓർക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഹാസ്യ സാമ്രാട്ടുകളുടെ അടുത്തേക്ക് അദ്ദേഹവും മടങ്ങുകയാണ്. ഒരു മലയാള സിനിമാ ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഇന്നസെന്റ്, കലാഭവൻ മണി അവരോടൊപ്പം തന്നെ നിൽക്കുന്ന ആളാണ് സലിം കുമാർ. ആ ഒരു കംപ്ലീറ്റ് പിക്ചർ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൽ നിന്നും സലിം കുമാറും കൂടി വിടവാങ്ങുകയാണ്.
ഇനി മറ്റൊരു ലോകത്ത് അവരെല്ലാവരും ഒന്നിക്കും. ആ ലോകത്ത് കൂടുതൽ ചിരിയും തമാശകളുമായി അവർ നിറയുമ്പോൾ ഒട്ടേറെ കഥാപാത്രങ്ങൾ നമുക്കും സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. എന്തായാലും പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സിനിമാ ലോകത്തെ പ്രമുഖരടക്കം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ പൊതുജനങ്ങൾക്കടക്കം ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം പറവൂരിലേക്ക് എത്തും. കൂടാതെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമാ ലോകത്തെ പ്രമുഖരായ ജയറാം, രമേശ് പിഷാരടി അടക്കമുള്ള സിനിമാ രംഗത്തെ പ്രമുഖരടക്കം പറവൂരിലെ ടൗൺ ഹാളിലേക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തുന്നുണ്ട്. എന്തായാലും സിനിമാ ലോകം തങ്ങളുടെ പ്രിയ നടന് അന്ത്യോപചാരം അർപ്പിച്ച് വിട ചൊല്ലുകയാണ്. 1 മണിവരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ടോടെ ആയിരിക്കും വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. കുടുംബമടക്കം ഇപ്പോൾ പറവൂരിലെ ടൗൺ ഹാളിൽ സലിംകുമാറിനൊപ്പമുണ്ട്. തൻ്റെ പ്രിയ പത്നി അടക്കം ഇത്രയും നാളും തുണയായി കൂടെ നിന്ന ആ പ്രിയ പത്നി സലിംകുമാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അത്യധികം അവശതകൾ താൻ നേരിട്ടപ്പോഴും അതിൽ നിന്ന് തന്നെ കരകയറ്റിക്കൊണ്ടുവന്നത് തൻ്റെ പത്നിയാണ്, അവളാണ് എനിക്കെല്ലാം നൽകിയത്. വിനോദിനി ആ സമയത്ത് സലിംകുമാർ പറഞ്ഞ ഓരോ വാക്കുകളുണ്ട്, അത് ശരിവെക്കുന്നോളം തൻ്റെ പ്രിയതമൻ്റെ അവസാന യാത്രയിലും ആ പത്നി കൂടെയുണ്ട്. ഒരിക്കലും ഒറ്റയ്ക്ക് വിടാൻ എങ്ങും സമ്മതിക്കാറില്ല അവൾ എന്നടക്കം പല വേദികളിലും അദ്ദേഹം പറയാറുണ്ട്. ഈ അസുഖബാധിതനായ ശേഷം പല ഷൂട്ടിംഗ് ലൊക്കേഷനിലും എത്തുമ്പോഴും ഭാര്യ എന്നും സലിംകുമാറിനൊപ്പം ഉണ്ടായിരുന്നു. ഈ അസുഖബാധിതനായതിനു ശേഷം അത് ഇപ്പോഴും ടൗൺ ഹാളിൽ അടക്കം മക്കളും കുടുംബവും സലിംകുമാറിന് അവസാനമായി യാത്ര അയക്കാൻ ടൗൺ ഹാളിലടക്കം